പഴശ്ശി പദ്ധതിയുടെ ഷട്ടർ ഒന്നിച്ച് തുറക്കുന്നത് കാരണം ഉണ്ടാകുന്ന മനുഷ്യനിർമ്മിത വെള്ളപ്പൊക്കത്തിന് പരിഹാരം തേടി പഴശ്ശി ജലസേചന വിഭാഗം ഓഫീസിലേക്ക് വീട്ടമ്മമാർ ഉൾപ്പെടെയുള്ളവരുടെ പ്രതിഷേധം. ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക. ന്യായമായ നഷ്ടപരിഹാരം ഉറപ്പുവരുത്തുക. ജനകീയ പ്രതിഷേധം. കാലവർഷത്തിന്റെ ആരംഭത്തിൽ പദ്ധതിയുടെ ഷട്ടറുകളെല്ലാം തുറന്ന് പദ്ധതിയിലേക്ക് ഒഴുകിയെത്തുന്ന അധിക ജലം വളവട്ടണം പുഴയിലേക്ക് ഒഴുക്കിവിടുന്ന രീതിക്ക് വിരുദ്ധമായി കുടിവെള്ള പദ്ധതിയുടെ പേര് പറഞ്ഞ് പദ്ധതിയിൽ അധിക ജലം തടഞ്ഞു നിർത്തുകയും കാലവർഷം ശക്തമാകുമ്പോൾ മുന്നറിയിപ്പുകൾക്കൊപ്പം ഷട്ടറുകളെല്ലാം ഒന്നിച്ച് തുറന്നുവിടുന്നത് കാരണം പുഴയോര നിവാസികൾക്ക് ഉണ്ടാകുന്ന നഷ്ടം പരിഹരിക്കാൻ അടിയന്തര നടപടി ആവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം. പഴശ്ശി ജലസേചന വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ പ്രതിഷേധം ഇരമ്പി. വെളിയമ്പ്ര കൊട്ടാരം മേഖലയിലെ നൂറുകണക്കിന് പ്രദേശവാസികൾ പങ്കെടുത്ത മാർച്ച് അധികൃതരുടെ അനാസ്ഥയ്ക്കെതിരെയുള്ള താക്കീതായി മാറി. ഇക്കുറി പദ്ധതിയുടെ ഷട്ടർ തുറന്നത് കാരണം മേഖലയിൽ 100ഓളം വീടുകളിൽ വെള്ളം കയറി. ഇതിൽ 40ഓളം കുടുംബങ്ങൾ വീട് ഒഴിഞ്ഞു പോകുന്നതിനും ഇടയാക്കി. പദ്ധതിയുടെ ഷട്ടർ ഒന്നിച്ചു തുറന്നപ്പോൾ മേഖലയിലൂടെ ഒഴുകുന്ന കൈത്തോടുകൾ വഴി വീടുകളിലേക്കും ജനവാസ മേഖലകളിലേക്കും ജലം ഇരച്ചു കയറുകയായിരുന്നു. കഴിഞ്ഞ 7 വർഷമായി പ്രദേശവാസികൾ ഈ ദുരിതം അനുഭവിക്കുകയാണ്. കുടിവെള്ള വിതരണത്തിനായി 18 മീറ്റർ വെള്ളം സംഭരണിയിൽ നിർത്തണമെന്ന ഉത്തരവിന്റെ മറവിൽ 20ഉം 22ഉം മീറ്ററായി പദ്ധതിയിൽ വെള്ളം സംഭരിക്കുന്നതായാണ് നാട്ടുകാരുടെ പരാതി. പഴശ്ശി പദ്ധതിയിൽ ശാസ്ത്രീയ ജലനിയന്ത്രണം ഉറപ്പാക്കുക, ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക, വെള്ളം കയറിയ വീട്ടുകാർക്ക് മതിയായ നഷ്ടപരിഹാരം നൽകുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ പഴശ്ശി ജലസേചന വിഭാഗം ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. മാർച്ച് മട്ടന്നൂർ പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന ധർണാ സമരം ഇരിട്ടി നഗരസഭാ കൗൺസിലർ പി ബഷീർ ഉദ്ഘാടനം ചെയ്തു. പല പ്രാവശ്യവും ഈ ഇറിഗേഷൻ ഓഫീസിൽ വന്ന് മുന്നേ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുകയും അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം ദുരിതമുണ്ടായപ്പോൾ ഉദ്യോഗസ്ഥന്മാരവിടെ എത്തിയപ്പോൾ അവരോട് കർശനമായി കാര്യങ്ങൾ പറയുകയും അന്ന് തന്നെ കളക്ടർക്കടക്കം പരാതി കൊടുക്കുകയുണ്ടായി. പക്ഷേ കളക്ടർക്ക് കൊടുത്ത ആ ലെറ്ററിന് കിട്ടിയ മറുപടി നമ്മുടെ അനാസ്ഥ കൊണ്ടല്ല ആ വെള്ളപ്പൊക്കമുണ്ടാകാൻ കാരണമെന്ന്. എന്നാൽ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, 2012 ഇപ്പോൾ അടുത്ത കാലത്തായി ഏറ്റവും കൂടുതൽ നമ്മുടെ നാടുകളിൽ വെള്ളപ്പൊക്കമുണ്ടാവുകയും ഒരു നാടൊട്ടാകെ ഇരിട്ടി ടൗൺ അടക്കം മുങ്ങിപ്പോകുന്ന ഒരു സാഹചര്യമുണ്ടായത്. അത് ആരുടെ അനാസ്ഥ കൊണ്ടാണ്? അന്നുണ്ടായിരുന്ന അടക്കമുള്ള ആളുകൾ അവരുടെ വീട്ടിൽ പോയി സുഖവാസം അനുഭവിക്കുകയാണ് ഉണ്ടായത്. അങ്ങനെയാണ് ആ ദുരിതമുണ്ടായത്. അതിനുശേഷം 2018 മുതൽ ഇങ്ങോളം എല്ലാ വർഷവും ഇതുപോലെ വെള്ളപ്പൊക്കമുണ്ടാവുകയും നമ്മുടെ പ്രദേശത്തെ 40ഓളം വീടുകളിൽ വെള്ളം കയറുകയും അവരെങ്ങോട്ടാണ് പോകേണ്ടതെന്നറിയാതെ അവരുടെ വസ്ത്രങ്ങളും അതുപോലെ തന്നെ സാധനങ്ങളും എന്ത് ചെയ്യണമെന്നറിയാതെ അവർ നെട്ടോട്ടമോടുന്ന ഒരു സാഹചര്യമാണ് 6-7 വർഷമായിട്ടുണ്ടായിട്ടുള്ളത്. വാർഡംഗം നദീറ ആമേരി അധ്യക്ഷത വഹിച്ചു. ജനകീയ കർമ്മസമിതി നേതാക്കളായ KV അബ്ദുള്ള, VM ഇബ്രാഹിം, VM ഹാഷിം, K സിനാൻ, EK അബ്ദുൾ റഹ്മാൻ, മുഹമ്മദ് തുമ്പിക്കോത്ത്, ജാഫർ എന്നിവർ സംസാരിച്ചു. ഹൈവിഷൻ ന്യൂസ് ഇരട്ടി.